Hello all, welcome back to another Swiggy video. It's me Suryan here. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ്. ഇന്നലെ സൺഡേ ആയിരുന്നു. സോ അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് സൺഡേ. സർജ് ഉണ്ടാവും. ഇന്നലെ 20 രൂപ സർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തെ കാര്യം എടുത്തു പോയി കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാസമായിരുന്നു ഈ സെപ്റ്റംബർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. കുറേ അപ്ഡേഷൻസ് സ്വിഗ്ഗിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്വിഗ്ഗിയുടെ ആപ്പ് കുറേ കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് 2 ഓർഡർ, അതായത് മൾട്ടി ഓർഡേഴ്സ് ഒരുപാട് നമുക്ക് തരുന്നുണ്ടായിരുന്നു. സോ എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട്, അതായത് ഇന്നലെയും മെനിങ്ങാന്നുമായിട്ട് എനിക്ക് സ്വിഗ്ഗിയിൽ കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അതായത് മെയിനായിട്ട് ഇൻസെൻറ്റീവിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ ഞാൻ മെയിൻലി വൈകുന്നേരം ഈവനിങ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മുമ്പ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ ഒരുപാട് വീഡിയോസ്, ഒരുപാടെന്നല്ല 2-3 വീഡിയോസ് എനിക്ക് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട്, എങ്ങനെയാണ് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാര്യങ്ങളും കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുമായിരുന്നു. എൻ്റെ സ്വിഗ്ഗി ഏണിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ കൂടുതൽ ഈവനിങ് ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. പാർട്ട് ടൈം ഷിഫ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാര്യം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ അതായത് ഡേ ടൈമിൽ ഓർഡർ ഭയങ്കര കുറവായിരിക്കും, പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഈവനിങ് ടൈമിലാണെങ്കിൽ വെയിലില്ല, നിങ്ങൾക്ക് സമാധാനമായിട്ട് സ്വിഗ്ഗി ഓടാനായിട്ട് പറ്റും. ഏണിങ്സും വൈകുന്നേരമാണ്, ഓർഡേഴ്സും വൈകുന്നേരമാണ് കൂടുതൽ. സോ ഞാൻ ഈവനിങ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഇൻസെൻറ്റീവ് സ്ലാബ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി 11 മണി വരെ, അതിനിടയ്ക്ക് 3.5 മണിക്കൂർ ലോഗിൻ ചെയ്യണം, എങ്കിലേ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ 275 രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 90 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അതുപോലെ 300 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ, 300 രൂപയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ ഇൻസെൻറ്റീവ് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഇൻസെൻറ്റീവ് സ്ലാബ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡർ എണ്ണം അനുസരിച്ചായിരുന്നു. 8 ഓർഡറിന് 100 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, കുറേ നാൾ മുമ്പത്തെ കാര്യമായിരുന്നത്. ഇപ്പോൾ ഏണിംഗ് ബേസ്ഡാണ് ഞാനിപ്പം സ്വിഗ്ഗി ഓടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഏണിങ്സിൽ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഓടുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സർജുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഏണിങ്സ് നിങ്ങൾക്കൊരു ഹ്യൂജ് ഏണിങ്സ് കിട്ടും. അതായത് ഓർഡർ ഇപ്പം എണ്ണത്തിനാണ് ഇൻസെൻറ്റീവ് എങ്കിൽ 8 ഓർഡർ കിട്ടുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് 8 ഓർഡറിൻ്റെ ഏണിങ്സ് കിട്ടി കാണും. സോ 100 രൂപ നിങ്ങൾക്ക് സിമ്പിളി കിട്ടും. അപ്പം കുറച്ച് സൗണ്ട് ഉണ്ട് കേട്ടോ, കുറച്ച് നോയ്സ് ഉണ്ട്. വൈകുന്നേരം ആയെങ്കിലും കാക്കയുടെ സൗണ്ട് ഉണ്ട്. കാക്കയും നമ്മളെ പോലെ ഇവിടെ ഉള്ള ആളാണല്ലോ. സോ നിങ്ങൾ ക്ഷമിക്കുക, സൗണ്ട് കുറച്ച് കാണും. ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കേൾക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞു വന്നത്, കഴിഞ്ഞ തലേദിവസം, അതായത് ശനിയാഴ്ച, ഇന്നലെ ഞായറാഴ്ച, അപ്പം ശനിയാഴ്ച ദിവസം ഞാൻ ഈവനിങ് ഒരു 7 മണി തൊട്ട് നൈറ്റ് ഒരു 12-12:30 വരെ ഒരു 5.5 മണിക്കൂറേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ എനിക്ക് വലിയ സുഖമില്ലായിരുന്നു. ഒരു പനി കഴിഞ്ഞ് റിക്കവറായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇത്തിരി പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അന്ന് രണ്ടും കൽപ്പിച്ച് ഓടാനായിട്ട് ഇറങ്ങി. അപ്പോൾ അന്നൊരു രാത്രി ആയപ്പോൾ എനിക്ക് സുഖമില്ലാതെ തോന്നി. ഒരു 12:30-1 മണിയോട് അടുപ്പിച്ചൊക്കെ എനിക്ക് വല്ലാണ്ട് സുഖമില്ലാത്ത പോലെ തോന്നി, തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. സോ ഞാൻ കരുതി ഇന്നിനി വീട്ടിൽ പോകാം. നല്ല ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓർഡർ മീൻസ് ഞാൻ 5 മണിക്കൂറുണ്ട് ഏകദേശം 600-650 രൂപയോളം ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഡർ ഏണിങ്സ് മാത്രം. സോ എനിക്ക് ഇൻസെൻറ്റീവ് ഒരു 150 രൂപ ഇൻസെൻറ്റീവ് കിട്ടാനുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇൻസെൻറ്റീവ് സ്ലാബ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇപ്പം 300 രൂപ ഓടിക്കഴിഞ്ഞാൽ 100 രൂപ കിട്ടൂല, 500 രൂപ ഓടിയാലേ 100 രൂപ കിട്ടുള്ളൂ. അത് ചില ദിവസങ്ങളിൽ 500 രൂപ ഓടിക്കഴിഞ്ഞാൽ 150 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അപ്പം നോർമലി ഇപ്പം സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ആയാലും ഇപ്പം ഏതൊരു ഡെലിവറി പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ പെട്രോൾ അടിക്കുന്ന പൈസ നമ്മൾ ഇൻസെൻറ്റീവിലാണ് കൂട്ടുന്നത്. അതായത് ഓർഡർ ഏണിങ്സിന് പുറമെ ഇൻസെൻറ്റീവ് കിട്ടുമല്ലോ, ആ പൈസയാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. സോ 500 രൂപയ്ക്ക് ഓടിയാലേ 100 രൂപ കിട്ടുമല്ല, 150 രൂപ കിട്ടുമെന്ന് പറയുന്നത്, ഇപ്പോൾ പല ആൾക്കാർക്കും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ, അല്ലെങ്കിൽ 1 ലിറ്റർ പെട്രോൾ ഇപ്പം 106 രൂപ, ഇവിടെ 106 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാലൊന്നും 500 രൂപയ്ക്കൊന്നും ഓടി എത്താനായിട്ട് പറ്റൂല. എനിക്കും അങ്ങനത്തെ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മൾട്ടി ഓർഡേഴ്സും പിന്നെ സർജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓടി എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഓടിയെടുത്തു. 650 രൂപ എനിക്ക് ശനിയാഴ്ച കിട്ടി. സോ സൺഡേ ഞാൻ രാവിലെ എത്ര രൂപയാണ് ഏൺ ചെയ്തെന്നുള്ള കാര്യം നോക്കിയില്ല, ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ സൺഡേ എന്തായാലും എല്ലാ സൺഡേസിലും വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങും. സൺഡേ സർജ് കൂടുതലാണ്. സോ ഞാൻ സൺഡേ വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങി. വൈകുന്നേരം ഒരു 4 മണി 5 മണി തൊട്ട് നൈറ്റ് ഒരു 12-1 മണി സമയം വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
കംപ്ലീറ്റ് വർക്ക് ചെയ്തു. ഏകദേശം 920 രൂപ ഞാൻ ഇന്നലെ ഉണ്ടാക്കി കേട്ടോ ടോട്ടല്. അപ്പോൾ എനിക്ക് ഇൻസെൻറ്റീവായിട്ട് കിട്ടേണ്ടിയിരുന്നത് 220 രൂപ എന്തോ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടാണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ തലേ ദിവസം, അതായത് ശനിയാഴ്ച കിട്ടിയ 600 രൂപയുടെ കൂടെ ഇൻസെൻറ്റീവ് ആഡായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് അതിൽ ആഡായിട്ടില്ല. അങ്ങനെ ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തു. നിങ്ങൾക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്വിഗ്ഗിയിൽ തന്നെ ഉണ്ട്. സൊമാറ്റോ അല്ല, സ്വിഗ്ഗി തന്നെ ഉണ്ട്. സൊമാറ്റോയിലും ഉണ്ട്. ഞാനിപ്പോൾ സ്വിഗ്ഗി ഓടുന്നുണ്ട്, സ്വിഗ്ഗിയുടെ കാര്യം. സ്വിഗ്ഗിയിൽ ടിക്കറ്റ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസെൻറ്റീവ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റൈസ് ചെയ്തു. സോ എനിക്ക് അവിടെ നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഒരു ആൻസർ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. സോ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഈ സ്വിഗ്ഗി ആപ്പ് 2-3 ദിവസമായിട്ട് ഭയങ്കര റീഫ്രഷ് ആവുന്നില്ല. പിന്നെ ഒരുപാട് ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഒരു അപ്ഡേഷൻ ഈയിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഡേഷന് ശേഷം വന്ന മാറ്റമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നു. അങ്ങനെ എനിക്ക് ഇപ്പം പുതിയ ഓർഡർ ഏണിങ്സ് അല്ലെങ്കിൽ ചാർട്ടിൽ എന്തെങ്കിലും അതായത് റേറ്റ് കാർഡിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ചെക്ക് ചെയ്തു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് ആപ്പ് ക്ലിയർ ആയിട്ട് കിട്ടി കേട്ടോ. ഞാൻ റീസ്റ്റാർട്ട് അടിച്ച് ഓക്കെ ആക്കി എടുത്തു. നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇൻസെൻറ്റീവ് ക്രൈറ്റീരിയ മാറിയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞ കൂടിയില്ല. അതായത് ഞാൻ പാർട്ട് ടൈം ആയിരുന്നു. എനിക്ക് 3.5 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് കിട്ടുമായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ ഇൻസെൻറ്റീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം, അതായത് രാത്രി 7 മണി തൊട്ട് വെളുപ്പിന് 4:30 മണിക്ക് ഇടയ്ക്ക് 8.5 മണിക്കൂർ നിങ്ങൾ ലോഗിൻ ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ, ആലോചിക്കേണ്ട കാര്യം ഇതാണ്. പാർട്ട് ടൈം ഷിഫ്റ്റാണ് ഞാൻ എടുത്തിരുന്നത്. പാർട്ട് ടൈം 8.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് പാർട്ട് ടൈം അല്ല, അതിൽ കൂടുതലായില്ലേ. അപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ? 17 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരുമോ? 16 മണിക്കൂറോ? അത്രയും നേരം ആവില്ലേ ഫുൾ ടൈം? അപ്പോൾ സ്വിഗ്ഗിയുടെ കണക്ക് പ്രകാരം ഒരു ഫുൾ ടൈം എംപ്ലോയി എന്ന് പറയുന്നത് 16-17 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. അപ്പോൾ ഇതുകൂടി ആയപ്പോൾ എനിക്ക് ആകെ അങ്ങ് മടുത്ത്. ഞാനിപ്പോൾ സ്വിഗ്ഗി നിർത്തിയാലോ എന്നുള്ള അവസ്ഥയിലാണ് ആലോചിക്കുന്നത്. സ്വിഗ്ഗി നിർത്തി വേറെ എന്തെങ്കിലും വർക്ക് ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ സ്വിഗ്ഗിയിലോട്ട് വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഫ്രീഡമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. ഇപ്പോൾ ഒരു ജോലിക്ക് പോയാൽ തന്നെ ഒരു കൃത്യസമയത്ത് അതിന് പോകണം. അവിടെ ഒരു മാനേജർ കാണും നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നിങ്ങൾക്ക് അഡ്വൈസ് തരാനൊക്കെ ഒരു മാനേജർ കാണും. അപ്പോൾ പിന്നെ സാലറി കട്ട് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു മാനേജറിൻ്റെയൊക്കെ കീഴിൽ വർക്ക് ചെയ്യുമ്പം ഉണ്ടാവുന്നുണ്ട്. സോ ഞാൻ കരുതി സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല. സ്വിഗ്ഗി, പോർട്ടർ, സൊമാറ്റോ, അങ്ങനത്തെ ഡെലിവറി, ബ്ലിങ്കിറ്റ്, അങ്ങനത്തെ ഈ ഡെലിവറി പ്ലാറ്റ്ഫോമിലൊന്നും ഇങ്ങനത്തെ ഒരു വിഷയമില്ല. കാര്യം നിങ്ങളെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. പിന്നെ ഫ്ലീറ്റ് മാനേജർ എന്നൊരു സംഭവമുണ്ട്. പുള്ളിക്കാരൻ നമ്മളങ്ങനെ നമ്മളായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പുള്ളിയെ പോയി കാണും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലീറ്റ് മാനേജറിൻ്റെ മീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഫ്ലീറ്റ് മാനേജറിനെ കാണുന്നത്. സോ അങ്ങനെ എനിക്കിപ്പം സ്വിഗ്ഗി നിർത്തിപ്പോയാലോ എന്നുള്ളൊരു ആലോചന ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ സൊമാറ്റോ ഓടിയായിരുന്നേ. സൊമാറ്റോ ഓടിയതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ അതായത് യൂട്യൂബിൽ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സൊമാറ്റോ എനിക്ക് തോന്നുന്നു സ്വിഗ്ഗിയെക്കാളും ശോകമാണ്. ഒരു പക്ഷേ സൊമാറ്റോ ഓടുന്നവർ പറയും സൊമാറ്റോ ആണ് ബെറ്റർ എന്ന് സ്വിഗ്ഗിയെക്കാളും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വിഗ്ഗി ഈസ് മച്ച് ബെറ്റർ ദാൻ സൊമാറ്റോ. സൊമാറ്റോക്കാളും സ്വിഗ്ഗി ബെറ്റർ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഞാൻ സ്വിഗ്ഗി നിർത്തിയാലോ എന്നാണ് കേസ് എൻ്റെ ആലോചന. സോ ഇത് കഴിഞ്ഞിട്ട് എന്ത് ജോലി ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എനിക്കിപ്പം ഇതുവരെ ഇല്ല. ഞാനിപ്പോൾ ആമസോണിലൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു ജോലി ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യും, എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ജോലിയിലോട് നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നമുക്ക് ആ ജോലി ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യാം. എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതായത് 14 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് എന്തായാലും പറ്റൂല. കാര്യം ഇനി ഇൻസെൻറ്റീവ് സ്ട്രക്ചർ മാറ്റണമെങ്കിൽ തന്നെ ഫുൾ ടൈം ആക്കേണ്ടി വരും ഗൈസ്. ഫുൾ ടൈം ഓടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഓർഡർ ഏണിങ്സ് ഭയങ്കര കുറവായിരിക്കും. എനിക്ക് പിന്നെ ഈവനിങ് വർക്ക് ചെയ്യാനാണ് താല്പര്യം. പിന്നെ ഇപ്പോഴത്തെ ഷിഫ്റ്റിൽ എന്തുകൊണ്ട് നൈറ്റ് വർക്ക് ചെയ്തുകൂടാന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ആൻസർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണി, ഒരു 11-12 മണിക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം നിൽക്കാറില്ല. കാര്യം എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ റോഡിലൊന്നും ഒറ്റ മനുഷ്യൻ കാണൂല.
ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ഉള്ള ഒരു സമയത്ത് നമ്മൾ റോഡിലൊന്നും ഒരു മനുഷ്യൻ കാണൂല ഗൈസ്. നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ റോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്കൊരു അപകടം സംഭവിച്ചാൽ പോലും നമ്മളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മളെ വന്നെടുക്കാനോ ഒന്നും ആരും കാണൂല. സോ അതൊരു പ്രശ്നം. പിന്നെ ഞാനിപ്പോൾ രാത്രി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ മുമ്പ്. നൈറ്റ് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 11 മണിക്ക് ശേഷം ലേറ്റ് നൈറ്റ് സർജും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല ഓർഡർ ഏണിങ്സ് കിട്ടും 11 മണിക്ക് ശേഷം. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോഗിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു സ്ട്രേ ഡോഗ് വന്ന് എൻ്റെ ദേഹത്ത് ചാടി കയറി, ഭാഗ്യത്തിന് കടിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 12 മണിക്ക് ശേഷം വർക്ക് ചെയ്യാത്തത്. സോ എനിക്കപ്പോൾ ഇങ്ങനത്തെ ഇൻസെൻറ്റീവ് ക്രൈറ്റീരിയയിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റൂല. പിന്നെ നിങ്ങളുടെ സോണിൽ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കഴക്കൂട്ട സോണിലാണ്, തിരുവനന്തപുരം. സോ എൻ്റെ സോണിൻ്റെ അവസ്ഥ ഇതാണിപ്പം. പക്ഷേ നല്ല ഓർഡർ ഉണ്ട് കേട്ടോ, നല്ല ഓർഡറും ഉണ്ട്, ഏണിങ്സും അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഓർഡർ ഏണിങ്സ് കുറയും, അല്ലെങ്കിൽ ഓർഡറിൻ്റെ എണ്ണം കുറയുമെന്നല്ലാണ്ട് ബാക്കി ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ മാസം സെപ്റ്റംബർ മാസം നന്നായിട്ട് തന്നെ ഓർഡർ കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതലും മൾട്ടി ഓർഡേഴ്സാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്രോൾ അടിക്കുന്നത് നമ്മൾ ഇൻസെൻറ്റീവിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻസെൻറ്റീവ് കുറവാണെങ്കിൽ നമുക്ക് അത്രത്തോളം ലാഭം കുറവായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സോണിലെ അവസ്ഥ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പലരുടെയും സോണിൽ പല അവസ്ഥയുമാണ്. ചിലരുടെ സോണിൽ മിനിമം ഓർഡർ 15-20 ഒക്കെ ആണെന്ന് പറയുന്നു, നമ്മുടെ സോണിൽ 25ആണ്. പിന്നെ സ്വിഗ്ഗിയെ സംബന്ധിച്ച് നിങ്ങളിപ്പം സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും, ഫുഡ് പ്രൈസിങ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിനേക്കാളും ഒരുപാട്, ഏകദേശം 20-30% മേലെ സ്വിഗ്ഗിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിഗ്ഗിക്കാർക്ക്, അതായത് കമ്പനിക്ക് ലാഭത്തിലോട്ട് വരാനുള്ളൊരു പരിപാടിയാണ് അവർ നോക്കുന്നത്. സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനി നഷ്ടത്തിലാണ് എന്നാണ് ഒരു അറിവ്. കാര്യം ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് വലിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇവർ ഇതിൽ നിന്ന് കരകയറാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഡെലിവറി ബോയ്സിന് അത്രയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫുഡ് പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനൊരു പരിധിയുണ്ട്, നമുക്ക് അത്രത്തോളം കിട്ടുന്നില്ല. സോ ഇൻസെൻറ്റീവ്സ് ക്രൈറ്റീരിയ പറ്റിയാണ് ഞാൻ മെയിനായിട്ട് പറയാനായിട്ട് ഈ വീഡിയോ ചെയ്തത്. സോ ഇനി അങ്ങോട്ട് സ്വിഗ്ഗി വീഡിയോസ് ഒന്നും കാണൂല. പറ്റുമെങ്കിൽ ഞാൻ ഇൻസെൻറ്റീവിൻ്റെ കാര്യം ശരിയാക്കാനായിട്ട് നമ്മുടെ ഓഫീസുണ്ട് പട്ടത്ത്, അവിടെ പോയി സംസാരിച്ച് പോകും. അവിടെ നിന്ന് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ഇനിയും സ്വിഗ്ഗി വീഡിയോസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ജോലിയാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ജോലി ചെയ്തിട്ട് അതിലുള്ള എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.